തൃശൂർ ചാലക്കുടി പോട്ടയിൽ ഫെഡറൽ ബാങ്ക് ശാഖ കൊള്ളയടിക്കപ്പെട്ടത് ഒരു ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ജീവനക്കാരെ ബന്ദികളാക്കി കത്തിമുനയിൽ നിർത്തിയുള്ള കൊടും കൊള്ള. ജീവനെടുക്കാനുള്ള അലമുറയുമായി ഒരു തസ്കരൻ. പട്ടാപ്പകൽ. സാംസ്കാരിക ജില്ല തൃശൂർ. മാനസാന്തരത്തിനും നല്ല ശീലക്കാരാവാനും പേരുകേട്ട പോട്ട. കേരളത്തിലെ ഏറ്റവും സുപ്രധാന ബാങ്കുകളിൽ ഒന്നിന്റെ ശാഖ. ഇവിടെ ഇങ്ങനൊരു സംഭവം ഇതാദ്യം. ഇന്ന് ആ സംഭവത്തിന്റെ അകംപൊരുൾ തേടുകയാണ് കുറ്റവും ശിക്ഷയും. കോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഒരു വെള്ളിയാഴ്ച ഉച്ചഭക്ഷണ സമയത്തായിരുന്നു കവർച്ച. അത് ഉച്ചഭക്ഷണ സമയമെന്ന ധാരണയുള്ള ആൾ, നേരത്തെ കൂട്ടിയുള്ള നിരീക്ഷണം, ഉറപ്പിച്ച പ്ലാൻ, ഹിന്ദിയിലെ സംസാരം, കയ്യിലെ കത്തി, ആകെ കൂടി ഭീതിതമായിരുന്നു അന്നാ നിമിഷങ്ങൾ. 14 ഫെബ്രുവരി 2025 ഫെഡറൽ ബാങ്കിന്റെ ശാഖ പോട്ട ചെറുപുഷ്പം പള്ളിയുടെ എതിർവശത്ത് പഴയ ദേശീയപാതയിലാണ്. ഏകദേശം 150 മീറ്റർ മാറിയാണ് നിലവിലെ ദേശീയപാത. കറുത്ത ഹെൽമറ്റ്, ജാക്കറ്റ്, കയ്യുറകൾ, ആരെയും ഭയപ്പെടുത്തുന്ന വേഷം ധരിച്ചായിരുന്നു അയാൾ വന്നത്. ആളുകൾ ഒഴിഞ്ഞ അലസമായ വീഥി, ഉച്ചഭക്ഷണ സമയം, ഇടപാടുകാർ ആരുമില്ലാത്ത സമയം. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ 2 മണി തൊട്ട് 2:30 വരെയുള്ള സമയത്ത് ബാങ്കിൽ തിരക്ക് കുറവുള്ള സമയമാണ്. ആ സമയത്ത് ആണ് ഈ അനിഷ്ട സംഭവം ഉണ്ടാകുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 2:30 വരെയാണ് ലഞ്ച് ബ്രേക്ക്. സമയം കൃത്യം 2:12. പെട്ടെന്നാണ് ആ മോഷ്ടാവ് ബാങ്കിനുള്ളിൽ പ്രവേശിച്ചത്. പ്രധാന ഹാളിൽ മാനേജരും മറ്റൊരു ജീവനക്കാരനുമാണ് ഉണ്ടായിരുന്നത്. അരയിൽ കരുതിയിരുന്ന കത്തി അയാൾ കയ്യിലെടുത്തു. മാനേജരെയും ജീവനക്കാരനെയും കത്തിമുനയിൽ അവിടെ നിന്നും നീങ്ങാൻ ആവശ്യപ്പെട്ടു. അവരെ ഡൈനിങ് ഹാളിലേക്ക് അയാൾ തള്ളിക്കയറ്റി. അപ്പോൾ അവിടെ 4 ജീവനക്കാർ ആ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ജീവനക്കാരിൽ ഒരാൾ ഭക്ഷണം കഴിക്കാനായി ആ സമയത്ത് പുറത്തു പോയിരുന്നു. അതായത് ആകെ 7 ജീവനക്കാർ. ഒരു സുരക്ഷാ ജീവനക്കാരൻ പോലും അവിടെ ആ സമയം ഉണ്ടായിരുന്നില്ല. ഒരു കറുക്കത്തി ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് മാനേജറെ ഭീഷണിപ്പെടുത്തുകയും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ മുഴുവനും ഡൈനിങ് ഹാളിലേക്ക് അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്ന മുറിയിലേക്ക് ആക്കിക്കൊണ്ട് അത് ലോക്ക് ചെയ്തിട്ടാണ് ഈ പ്രതി അവിടെ വന്നിട്ട് ആ കൗണ്ടറിൽ വന്നുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള 15 ലക്ഷം രൂപ എടുത്ത് 2.5 മിനിറ്റിനുള്ളിൽ ആ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ജീവനക്കാരെ തള്ളിക്കയറ്റിയ ഡൈനിങ് റൂം അയാൾ പുറത്തുനിന്നും കുറ്റിയിട്ടു. പിന്നീട് അയാളുടെ ലക്ഷ്യം പണം സൂക്ഷിച്ചിരുന്ന ക്യാഷ് കൗണ്ടറായിരുന്നു. ക്യാഷ് കൗണ്ടറിന്റെ ചില്ല് അടിച്ചു തകർത്ത് പണം അടുക്കി വെച്ചിരിക്കുന്ന ബോക്സിലേക്ക് അയാൾ കൈയിട്ടു. ആകെ 47 ലക്ഷം രൂപയാണ് അവിടെ അടുക്കി വെച്ചിരുന്നത്. അതിന്റെ നടുവിലെ ഭാഗത്തു നിന്നും 5 ലക്ഷം വീതമുള്ള 3 കെട്ടുകൾ അയാൾ കൈക്കലാക്കി. സമയം ഉച്ചയ്ക്ക് 2:18. അയാൾ അപ്പോഴേക്കും പുറത്തു കടന്നിരുന്നു. അതായത് ബാങ്കിനുള്ളിൽ കടന്നു കയറിയ 2:12-നും 2:18-നും ഇടയിലുള്ള 6 മിനിറ്റുകൾ മതിയായിരുന്നു അയാൾക്ക് 15 ലക്ഷം രൂപ കവരാൻ. ഈ പ്രതി രക്ഷപ്പെടുന്ന സമയത്ത് ഇവർ ഹെൽമറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതി അങ്കമാലി ഭാഗത്തേക്ക് പോകുന്നതിന് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്കമാലി ഭാഗത്തേക്ക് പോയിട്ട് തിരികെ വരികയാണ് ഉണ്ടായത്.
പോലീസ് എത്തി അന്വേഷണം തുടങ്ങി. പുറത്തു കടന്ന മോഷ്ടാവ് എങ്ങോട്ടാണ് പോയത്? പോട്ട സിഗ്നൽ ഭാഗത്തേക്കാണ് അയാൾ തിരിഞ്ഞത്. പക്ഷേ CCTV ദൃശ്യങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എവിടെയാണ് പിഴച്ചത്? CCTVകൾ പ്രവർത്തിക്കാത്തത് എന്താണ്? പുറത്തിറങ്ങിയ ഹെൽമറ്റുധാരിയായ മോഷ്ടാവ് പുതിയ നാഷണൽ ഹൈവേയിലേക്ക് കയറിയതിന്റെ ദൃശ്യങ്ങൾ ഒട്ടും തന്നെ ലഭിച്ചിരുന്നില്ല. ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയിരുന്ന ജീവനക്കാരനെ വിളിച്ചു വരുത്തിയാണ് പുറത്തുനിന്നും കുറ്റിയിട്ട മുറി തുറന്നത്. പുറത്തിറങ്ങിയ മാനേജർ അപ്പോൾ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പെട്ടെന്ന് തന്നെ സജ്ജമായി. പ്രതിക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമായ നിമിഷങ്ങൾ. ടോൾ പ്ലാസകളിൽ അലർട്ട്. ജില്ലാ അതിർത്തികളിലും അയൽ ജില്ലകളിലും ജാഗ്രതാ സന്ദേശം. ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പ് തന്നെ സേന സജ്ജമായി. പക്ഷേ CCTV ചതിച്ചതെങ്ങനെ? ഉച്ചയ്ക്ക് 2:25 മുതലുള്ള 14 മിനിറ്റുകളാണ് ഏറ്റവും നിർണായകമായത്. ഈ 14 മിനിറ്റുകളിൽ ഈ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയതോടെയാണ് CCTV പണിമുടക്കിയത്. മോഷ്ടാവ് ഏത് ദിശയിലേക്ക് പോയി എന്നത് ഉറപ്പിക്കാൻ കഴിയാതെ പോലീസ് പട്ടാപ്പകലും ഇരുട്ടിൽ തപ്പി. പോട്ട ചെറുപുഷ്പം പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള LF കോംപ്ലക്സിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ബാങ്ക്. ഏതാണ്ട് 8 വ്യാപാര സ്ഥാപനങ്ങൾ ബാങ്ക് കൂടാതെ തന്നെ ഇതേ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ പോലീസ് വന്ന് അന്വേഷണം തുടങ്ങിയ ശേഷമാണ് ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പോലും ഈ വിവരം അറിയുന്നത്. കേട്ടവർ ഞെട്ടി. ഫെഡറൽ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. അതും ജീവനക്കാരെ കത്തിമുനയിൽ നിർത്തിയ കൊള്ള. പ്രതിയുടെ ദൃശ്യങ്ങളില്ല. CCTV പണിമുടക്കി. ദുരൂഹമായ 14 മിനിറ്റുകളിലെ പവർ കട്ട്. പോലീസ് എവിടെ തുടങ്ങും? ആകാംക്ഷയുടെ മിനിറ്റുകൾ. 47 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ അവർ കെട്ടുകെട്ടായിട്ട് വെച്ചിരുന്നതാണ്. ആ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന 47 ലക്ഷം ഓപ്പണായിട്ട് കാണാം, ബണ്ടിൽസ്. അതിൽ നിന്ന് 3 ബണ്ടിൽ മാത്രം എടുത്ത് ആണ് പോയിരിക്കുന്നത്. ശാസ്ത്രീയ മാർഗങ്ങൾ വേണം അന്വേഷണത്തിന്. ബാങ്കിലെ CCTV ദൃശ്യങ്ങൾ, സാക്ഷിമൊഴികൾ, ബാങ്ക് അക്കൗണ്ടുകളുടെ സൂക്ഷ്മമായ പരിശോധന എന്നിവയിലായിരുന്നു പോലീസ് ആദ്യം ശ്രദ്ധിച്ചത്. ഹൈവേയിലെ വൈദ്യുതി മുടക്കവും ദൃശ്യങ്ങളുടെ ലഭ്യതയില്ലായ്മയും അപ്പോഴും മുന്നോട്ടുള്ള പോക്കിനെ ബാധിച്ചിരുന്നു. എങ്കിലും മറുവഴികൾ തേടുകയായിരുന്നു പോലീസ്. പ്രതി ഹിന്ദി സംസാരിച്ചിരുന്നു എന്ന മൊഴിയാണ് പോലീസിനെ ആദ്യം കുഴക്കിയത്. സാക്ഷിമൊഴികളിൽ കള്ളന്റെ ഹിന്ദി വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: ക്യാഷ് കിധർ ഹേ, ചാവി ലോ. പണം എവിടെയാണ്? താക്കോലെടുക്കൂ. ക്യാഷ് കിധർ ഹേ, ചാവി ലോ. പ്രതി അതിഥി തൊഴിലാളിയോ അതോ അന്യസംസ്ഥാന കവർച്ചാ സംഘാംഗമോ? ജീവനക്കാരുടെ മൊഴിയും ദൃശ്യങ്ങളിലെ രീതികളും ഒത്തുനോക്കി. വൈരുദ്ധ്യമില്ല. അന്യസംസ്ഥാന തസ്കരനാണോ? പോലീസിനും ആദ്യം സംശയമായി. ആരാണ് പ്രതി? മലയാളിയാണോ പ്രദേശവാസിയാണോ? ഉറപ്പിക്കണം. ബാങ്ക് കവർച്ചാ കേസുകളിൽ അന്വേഷിച്ചു പരിചയമുള്ള ഉദ്യോഗസ്ഥരെ പോലീസ് വിളിച്ചുവരുത്തി. ആദ്യഘട്ട തെളിവെടുപ്പുകൾക്കും ചില നിരീക്ഷണങ്ങൾക്കും നിഗമനങ്ങൾക്കും ശേഷം തീരുമാനത്തിലെത്തി. പ്രതി മലയാളി തന്നെ.
മലയാളിയാണെന്നു മാത്രമല്ല പ്രദേശവാസിയാകാനുള്ള സാധ്യത കൂടുതലാണ്. ബാങ്ക് നന്നായി അറിയുന്നയാൾ, നന്നായി നിരീക്ഷണം നടത്തിയയാൾ. പോലീസ് ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങി. മണിക്കൂറുകൾ പിന്നിട്ടു. ബാങ്ക് ജീവനക്കാരിൽ ഒരാളെപ്പോലും രാത്രി 11 മണിവരെയും വീട്ടിലേക്ക് വിട്ടില്ല. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും പലവട്ടം ചോദ്യം ചെയ്തു. അവധിയിലായിരുന്ന ഒരു ജീവനക്കാരന്റെ മൊഴി ഒന്നിലധികം തവണ എടുത്തു. മുഴുവൻ ജീവനക്കാരുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി പ്രദേശവാസിയെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് ഒന്നിലധികം സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ്. പ്രതി എത്തിയ സ്കൂട്ടറായിരുന്നു പോലീസിന്റെ ഒരു ലീഡ്. സ്വന്തം സ്കൂട്ടറിലാണ് ഇയാൾ മോഷണത്തിനെത്തിയത്. എന്നാൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചിരുന്നു. പക്ഷെ മോഡലും കാഴ്ചയിലെ ലക്ഷണങ്ങളും അത് മലയാളിയുടേതെന്ന് തോന്നിച്ചു. പോട്ടാപ്പള്ളിയിലെ തിരക്കില്ല എന്നുറപ്പാക്കിയാണ് കവർച്ച. രണ്ടാമത്തെ വെള്ളിയാഴ്ച പോട്ടാപ്പള്ളിയിൽ തിരക്കുണ്ടാവില്ല എന്നുറപ്പുള്ളത് പ്രദേശവാസികൾക്കാണ്. രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് അയാൾ മോഷണം ആസൂത്രണം ചെയ്തത്. എല്ലാ മാസവും ആദ്യത്തെയും അവസാനത്തെയും വെള്ളിയാഴ്ചകളിൽ പോട്ടാപ്പള്ളിയിൽ കുർബാന നടക്കും. അഭൂതപൂർവമായ തിരക്കാണ് ഈ 2 വെള്ളിയാഴ്ചകളിലും അവിടെ ഉണ്ടാവുക. എന്നാൽ രണ്ടാമത്തെ വെള്ളി വിജനമാകുമെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. ബാങ്കിന്റെ പ്രവൃത്തി സമയം, ഉച്ചഭക്ഷണത്തിന്റെ ഇടവേള എന്നിവ കൃത്യമായി മനസ്സിലാക്കാൻ ഇതര സംസ്ഥാന മോഷ്ടാവിന് കഴിയില്ല എന്ന നിഗമനമായിരുന്നു പോലീസിന്. ഇവിടെ മോഷ്ടാവ് എത്തിയതും പോയതും ആ ഇടവേളയുടെ ആനുകൂല്യം മുതലെടുത്തതും പോലീസിന് കാര്യങ്ങൾ എളുപ്പമാക്കി. ഇത് ലോക്കൽ കള്ളൻ തന്നെ. അയാളുടെ 2 പീസ് ഹിന്ദി ബോൽ വഴിതെറ്റിക്കാൻ മാത്രം. പ്രതി ലോക്കലെങ്കിൽ അയാൾ അതിനു മുൻപും ആ ബാങ്കിൽ വന്നിരിക്കാം. അയാൾക്ക് ഈ ഉച്ചസമയത്തിന് മുൻപോ ശേഷമോ ഇവിടെ ഉറപ്പായും നിരീക്ഷിക്കേണ്ടതുണ്ട്. DIG ഹരിശങ്കർ, റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, DYSP K സുമേഷ് എന്നിവർ ജാഗരൂകരായി. വീണ്ടും നേരത്തെ ലഭിച്ച ദൃശ്യങ്ങളുടെ പരിശോധന. 16 ഫെബ്രുവരി 2025 പോലീസിനു മുന്നിൽ ചില CCTV ദൃശ്യങ്ങൾ. അയാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി കണ്ട് പോലീസ് വീണ്ടും വീണ്ടും ഉറപ്പാക്കി. അത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തിയാണോ? ഊഹം തെറ്റിയില്ല, അത് കറിക്കത്തി തന്നെ. സ്കൂട്ടർ, പ്രതി ധരിച്ചിരുന്ന ഷൂസ് എന്നിവ ദൃശ്യങ്ങൾ പിന്തുടർന്ന പോലീസ് കണ്ടെത്തി. അങ്കമാലിയിൽ വെച്ചുള്ള CCTVയിൽ സമാനമായ നിലയിലെ ഒരു വ്യക്തിയെ സ്കൂട്ടറിൽ പോകുന്നതും കണ്ടെത്തി. മോഷ്ടാവിന്റെ യാത്ര കൊച്ചിയിലേക്കെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. ആലുവ, എറണാകുളം നഗരപരിധിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. മോഷ്ടാവ് ബുദ്ധിമാനായിരുന്നു. മോഷണശേഷം അയാൾ ഉടനടി ഹൈവേയിലേക്ക് കടന്നില്ല. അയാൾ കുറെ ഇടുങ്ങിയ വഴികൾ തിരഞ്ഞെടുത്തു. ഹൈവേയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഉൾവശത്തെ റോഡുകളിലൂടെ സഞ്ചരിച്ചു. സമയം തള്ളി നീക്കി. ഇതിനിടെ അയാൾ വസ്ത്രം മാറിയതായും പോലീസിന് മനസ്സിലായി. സ്കൂട്ടറിൽ ഇടയ്ക്ക് ചില എക്സ്ട്രാ ഫിറ്റിംഗ് നടത്തി പോലീസിനെ കുഴക്കി. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഒളിക്കാൻ അയാൾ വിട്ടുപോയ ഒന്നുണ്ടായിരുന്നു. അത് അയാളുടെ ഷൂസ് ആയിരുന്നു. അയാളുടെ ഷൂസിന്റെ നിറം അയാളെ കുടുക്കി. പോലീസിന്റെ ആത്മവിശ്വാസമേറി പ്രതി പിടിയിലാകുന്ന അവസ്ഥ. മോഷണം നടന്നിട്ട് മണിക്കൂർ ഏതാണ്ട് 50 പിന്നിട്ട് കഴിഞ്ഞു. നാട്ടിൽ കഥകളും ഉപകഥകളും ഇറങ്ങി ഓടുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും പോലീസ് അയാളിലേക്ക്, ആ പ്രതിയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഫെബ്രുവരി 2025 വൈകിട്ട് ഏകദേശം 6 മണി. പോട്ട ആശാരിക്കാട് സ്വദേശി റിജു ആന്റണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വയസ്സ് 44. കുറ്റം ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ കവർച്ച നടത്തിയ കുറ്റം. കുറ്റകൃത്യത്തിന്റെ ആഴം: ബാങ്ക് ജീവനക്കാരെ പട്ടാപ്പകൽ ജീവന് ആപത്തെന്ന് ഭീഷണി ഉയർത്തി കത്തിമുനയിൽ നിർത്തി 15 ലക്ഷം രൂപ കവർന്നു.
തൊണ്ടി 10 ലക്ഷം രൂപ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ, റൂറൽ SP B കൃഷ്ണകുമാർ എന്നിവർ ഇക്കാര്യം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. വളരെ പ്ലാൻഡാണ് ഓപ്പറേഷൻ. വളരെ പ്ലാൻഡ് എന്ന് പറയുന്നത് അയാൾ ഹെൽമറ്റ് വെച്ചു. ഹെൽമറ്റ് വെക്കുന്നതിന് മുമ്പ് തന്നെ അകത്ത് ഇയാളൊരു മങ്കി ക്യാപ്പ്, ഒരു മാസ്ക് വെച്ചിട്ടാണ് ഹെൽമറ്റ് വെച്ചത്. കാരണം ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്തത്. അയാൾക്കറിയാം CCTV ഉണ്ടാകും. വീട്ടിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തിനാണ് റിജു ആന്റണി ഇത് ചെയ്തത്? ഇയാൾ ഒരു സ്ഥിരം മോഷ്ടാവാണോ? ഇയാൾ ഒറ്റയ്ക്കാണോ ഈ കവർച്ച നടത്തിയത്? ഇയാളെ സഹായിച്ചതാര്? ഉത്തരം തേടിയ പോലീസിനു മുന്നിൽ അയാൾ കുറ്റം ഏറ്റുപറഞ്ഞു. കടമായിരുന്നു കാരണം. ഭാര്യയെ പേടിച്ച് നടത്തിയ ഒരു കൊള്ള. തന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതൊന്നു മാത്രമെന്ന് അയാൾ ധരിച്ചിരിക്കാം. ഇതിൽ ഈ ആരോപണ വിധേയനായിട്ടുള്ള റിജു ആന്റണിക്ക് അങ്ങനെ വേറെ ക്രൈമുകളൊന്നും ഇതുവരെ ഇല്ല, ആൻറ്റിസിഡൻസും കാണാനില്ല. പിന്നെ പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിന് കടങ്ങളുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയണത്. പക്ഷേ വീടിൻ്റെ ആധാരവും കാര്യങ്ങളൊക്കെ ലോക്കറിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്ലഡ്ജ് ചെയ്ത് ലോണോ കാര്യങ്ങളൊന്നും എടുത്തതായിട്ട് കണ്ടില്ല. സ്വന്തം ഭാര്യയെ പേടിച്ച് ഒരു ബാങ്ക് കൊള്ള. എന്താണ് ആ കഥ? ബാങ്കിലെ ആ പെട്ടിയിൽ 47 ലക്ഷം രൂപയുണ്ടായിട്ടും 15 ലാക്സ്, 15 ലക്ഷം മാത്രം എടുത്ത കൊള്ളയുടെ യഥാർത്ഥ കഥയാണ് ഇനി. തൃശൂർ മേലൂരിലായിരുന്നു റിജോയുടെ വീട്. 3 വർഷം മുമ്പാണ് ആശാരിക്കാട് വീട് വാങ്ങിയത്. അന്ന് ഏകദേശം 70 ലക്ഷം രൂപ മുടക്കി. ആകെ 10 സെന്റ് സ്ഥലവും ഒരു വീടും. ഇതിൽ 40 ലക്ഷം രൂപ ലോണായിരുന്നു. റിജോയുടെ ഭാര്യ കുവൈറ്റിൽ നഴ്സായി ജോലി നോക്കുകയാണ്. 2 ലക്ഷത്തിലേറെയുണ്ട് മാസശമ്പളം. വീടിന്റെ ലോൺ അടയ്ക്കുന്നതും ഭാര്യ തന്നെ. കൂടാതെ പ്രതിമാസം 40,000 രൂപ കൃത്യമായി വീട്ടു ചെലവിനായി മാത്രം റിജോയ്ക്ക് അയച്ചു നൽകും. ഈ പണത്തിൽ റിജോ ആഡംബര ജീവിതമാണ് നയിച്ചത്. സുഖിച്ചും സുഹൃത്തുക്കളെ സൽക്കരിച്ചും ദിവസങ്ങളേറുമ്പോൾ 40,000 തികയാതെ വന്നു. വരവല്ല ചെലവെന്ന് സാരം. വരവില്ലാത്തതൊന്നും റിജോയെ ബാധിച്ചില്ല. കടം വാങ്ങി പ്രതാപം വരുത്തി. കൂട്ടുകാർക്കിടയിൽ ധാരാളിയായി. കളി കയ്യിൽ നിന്നില്ല. ഭാര്യ അവധിക്ക് നാട്ടിലേക്ക് വരുന്നു. പിടിക്കപ്പെടും എന്നുറപ്പായി. കണക്കുകൂട്ടി, തിരിച്ചും മറിച്ചും കൂട്ടി. തിരിമറി നടത്തിയതും കടം വാങ്ങിയതുമൊക്കെയായി 15 ലക്ഷത്തോളം രൂപ. തന്റെ ഭാര്യ അന്യനാട്ടിൽ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പൈസയാണെന്ന് ബോധമുണ്ടായതാണോ? അതോ അസൽ ഭാര്യയെ പേടിയാണോ? അതോ ഉള്ള വരുമാനം കൂടി നിലച്ച് പെരുവഴിയാകുമെന്ന ആശങ്കയാണോ? എന്തായാലും സംഗതി കടം നികത്തണം. ഭാര്യ നാട്ടിലെത്തുമ്പോൾ ക്ലീനായിരിക്കണം. ഏതേലും ബാങ്ക് കുത്തിപ്പൊളിക്കണം എന്ന ഒറ്റ ബുദ്ധി പറഞ്ഞിടത്ത് തന്നെ കാര്യങ്ങൾ ആലോചിച്ചു തുടങ്ങി. തുടങ്ങിയ അതേയിടത്ത് തന്നെ എത്തി. പോട്ട ശാഖ എന്നുറപ്പിച്ചു. 2025 ഫെബ്രുവരി മാസം ആദ്യവാരം. മോഷണത്തിന് 4 ദിവസം മുമ്പ്. കാലാവധി കഴിഞ്ഞ തന്റെ ATM കാർഡിനെ കുറിച്ച് ബാങ്ക് ജീവനക്കാരോട് സംസാരിക്കാൻ അയാൾ ബാങ്കിന്റെ പോട്ട ശാഖയിലെത്തി. ബാങ്കിന്റെ സുരക്ഷാ സംവിധാനം നിരീക്ഷിക്കുക, മോഷണത്തിന് പറ്റിയ സമയം നിശ്ചയിക്കുക ഒക്കെയായിരുന്നു ലക്ഷ്യം. മോഷണത്തിന് വേണ്ട ചില പൊടിക്കൈകൾ കൂടി അറിയാൻ മൊബൈൽ ഫോണിലൂടെ അയാൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്തു. ഷൂസിന്റെ ചുവന്ന നിറം അപൂർവമായിരുന്നു എന്നതു മാത്രം നെറ്റിൽ കണ്ടില്ല. ഗൂഗിൾ പറഞ്ഞതുമില്ല. മോഷണ ദിവസം അതേ സ്കൂട്ടറിൽ കറങ്ങി നടന്നയാൾ 3 തവണ വേഷം മാറി. പക്ഷേ ഷൂസ് മാറിയില്ല. മോഷ്ടിച്ച പണത്തിൽ 5 ലക്ഷം ചെലവാക്കി. കടം വീട്ടിയതിന്റെ ബാക്കി മദ്യം വാങ്ങിവെച്ചു. സമ്പത്ത് കാലത്ത് വാങ്ങിവെക്കണമല്ലോ എന്ന് കരുതി കാണും. പോലീസ് കസ്റ്റഡിയും റിമാൻഡും അന്വേഷണവും കഴിഞ്ഞു. ഇനി വിചാരണയാണ്. ഇപ്പോൾ റിജോ ജാമ്യത്തിലുമാണ്.
ആരാണ് റിജു ആന്റണി? അയാൾ ഒരിക്കലും ഒരു സ്ഥിരം കുറ്റവാളിയല്ല, അതായത് ഒരു ഹാബിച്വൽ ഒഫൻഡറേയല്ല. അയാൾക്ക് ഒരു നല്ല ജീവിത സാഹചര്യം സ്വയം ഒരുക്കാൻ സാധിക്കുമായിരുന്നു. കുടുംബം നല്ല നിലയിൽ പടുത്തുയർത്താൻ അധ്വാനിക്കുന്ന ഭാര്യയുണ്ടായിരുന്നു. മടക്കി പെട്ടിയിൽ വെച്ചില്ലെങ്കിൽ റിജോ വിശ്വസിക്കുന്ന വേദം ഒന്നുകൂടി എടുക്കുക. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം അതിങ്ങനെയാണ്: ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ അറിഞ്ഞുകൊള്ളണം. ചെയ്ത തെറ്റിന് റിജോയ്ക്ക് ശിക്ഷ ലഭിക്കും, സ്വാഭാവികം. അത് അയാൾക്കുള്ള പാഠമാകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.